ശ്രുതി ടീച്ചറാണ്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നില്ലേ? പരീക്ഷയൊക്കെ ആണല്ലേ, നമുക്ക് കുറേ ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ പഠിക്കേണ്ടേ. ഇന്ന് ടീച്ചർ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട്, പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല. ഈ ചോദ്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുമാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദിവസവും പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, നല്ല കുറേ ശീലങ്ങളുണ്ട്. ആ ശീലങ്ങളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നോക്കിയേ, ദാ അമ്മിണിക്കുട്ടിയുടെ ശീലങ്ങൾ നോക്കൂ. ഇതിൽ നല്ല ശീലങ്ങൾ കണ്ടെത്തി ടിക്കിടാൻ പറയുന്നുണ്ട്. അമ്മിണിക്കുട്ടി എന്ന് പറയുന്നത് നല്ല കുട്ടിയാണ് എന്ന് തോന്നുന്നു അല്ലേ? അപ്പൊ അമ്മിണിക്കുട്ടിയുടെ ശീലങ്ങളാണ്. ഇതിൽ നല്ല ശീലങ്ങൾ ഏതൊക്കെയാണ് എന്ന് നിങ്ങളോട് ചോദിക്കുകയാണ്. നഖം വെട്ടാറുണ്ട്. നഖം വെട്ടാറുണ്ട്. നിങ്ങൾ നഖം വെട്ടാറുണ്ടോ? നഖം വെട്ടി വൃത്തിയായിട്ട് സൂക്ഷിക്കാറുണ്ടോ? അത് നല്ല ശീലമാണോ? നല്ല ശീലമാണെങ്കിൽ ശരിയിടാം. നല്ല ശീലമാണല്ലേ. ആഹാരം പാഴാക്കും. പാഴാക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ആഹാരം കളയും. നല്ല ശീലമാണോ? അല്ല അല്ലേ. നമുക്ക് കഷ്ടപ്പെട്ട് നമ്മുടെ പാരൻസ് അല്ലേ പൈസയൊക്കെ കൊടുത്ത് വാങ്ങിത്തരുന്ന ഫുഡാണ്, നമ്മളത് കളയാൻ പാടില്ല. അത് മാത്രമല്ല, നമ്മുടെ പോലെ ഫുഡ് കിട്ടാത്ത ഒരുപാട് ആളുകളുണ്ട്, ഭക്ഷണം ലഭിക്കാത്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊന്നും ഭക്ഷണം ഉണ്ടാവില്ല. നമുക്കിതൊക്കെ കിട്ടിയിട്ട് നമ്മളിത് കളയാൻ പാടുണ്ടോ? ഒരിക്കലും പാടില്ല അല്ലേ. അപ്പോൾ ആഹാരം പാഴാക്കുന്നുള്ളത് നല്ല ശീലമല്ല. അത് നമുക്ക് എന്തിടാം? തെറ്റിടാം അല്ലേ. തെറ്റിടാൻ പറയുന്നില്ല, പക്ഷെ അത് തെറ്റാണ്, റോങ് ആണ്. ഇതാണ് നഖം വെട്ടാറുണ്ട്, നല്ല ശീലാണ്. തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കാം എന്ന് പറഞ്ഞാൽ വെള്ളം എന്ത് ചെയ്യുക? നന്നായിട്ട് തിളപ്പിക്കാം. എന്നിട്ട് അത് ആറിയതിന് ശേഷം, വെള്ളം തണുത്തതിന് ശേഷം നമ്മൾ കുടിക്കുക. അതാണ് നല്ലത്. അല്ലാതെ വെറും പച്ചവെള്ളം എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് അത് തണുപ്പിച്ച് അത് കുടിക്കാൻ പാടില്ല നമ്മൾ. ശരിക്കില്ലേ, തിളപ്പിച്ചാറിയ വെള്ളം വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് വല്ലപ്പോഴും കുടിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അതുപോലെ പച്ചവെള്ളം അധികം കുടിക്കാൻ പാടില്ല എന്ന് പറയാറില്ലേ അല്ലേ. അപ്പോൾ തിളപ്പിച്ചാറ്റിയ വെള്ളമാണ് നമ്മൾ കുടിക്കേണ്ടത്. അത് ശരിയാണോ? ശരിയാണ്. ദിവസവും കുളിക്കുന്നില്ല. അമ്മിണിക്കുട്ടി ദിവസവും കുളിക്കുന്നില്ലോ അല്ലേ. അയ്യോ, ദിവസവും 2 നേരം കുളിക്കണോ അല്ലേ. അപ്പോൾ ദിവസവും കുളിക്കുന്നില്ല എന്നുള്ളത് എന്താണ്? തെറ്റായ ശീലമാണ് അല്ലേ. ഇത് നോക്കിയാൽ ഇവിടെ ഒരു ഭക്ഷണമാണ് ഇത്. ആ ഭക്ഷണത്തിന്റെ ചുറ്റും ഈച്ചകൾ ഇങ്ങനെ പറക്കുന്നുണ്ട്. നല്ലതാണോ? ചീത്തയാണോ? ചീത്തയാണല്ലേ. അപ്പം അതും ചീത്തയാണ്. അപ്പം അത് നമുക്ക് തെറ്റിടാം. തെറ്റ് ഇടണം നിർബന്ധമില്ല, ശരി മാത്രം ഇട്ടാൽ മതി. ഇനി നമ്മൾ കുറച്ച് നല്ല ശീലങ്ങള് പഠിക്കുക. ദിവസവും പല്ല് തേക്കുക. നല്ല ശീലാണ് അല്ലേ. ദിവസവും പല്ല് തേച്ചാൽ പോരാ, ദിവസവും 2 നേരം പല്ല് തേക്കണം. എങ്ങനെ? 2 നേരം പല്ല് തേക്കണം അല്ലേ. 2 നേരം നമുക്ക് 2 നേരം എന്ത് ചെയ്യണം? പല്ല് തേക്കണം അല്ലേ. നിത്യവും എന്ന് പറഞ്ഞാൽ ഡെയിലി എന്നാണ്. ഡെയിലി, ദിവസവും നിത്യവും പല്ല് തേക്കുക. നല്ല ശീലമല്ലേ. അപ്പം അത് നല്ല ശീലമാണ്. പിന്നെ ഏതാ ശീലം? നിത്യവും കുളിക്കണം. 2 നേരം കുളിക്കണം എന്നാ ഞാൻ പറയാം. 2 നേരം കുളിക്കണം. നിത്യവും 2 നേരം കുളിക്കണം. നല്ല ശീലാണ് അല്ലേ. കുളിക്കാതിരിക്കരുത്. വീട്ടിൽ പോയ ഉടനെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? എവിടെയെങ്കിലും പോയി വന്ന ഉടനെ കുളിക്കാറുണ്ട് അല്ലേ. അല്ലെങ്കിൽ രാവിലെ ഒരു കുളി, വൈകുന്നേരം. ഇപ്പൊ തണുപ്പൊന്നുള്ള സമയത്ത് കുളിക്കേണ്ട, ഈ ചൂടുള്ള സമയത്തൊക്കെ നമ്മൾ 2 നേരം കുളിക്കേണ്ടേ? വേണം. അതാണ് നല്ല ശീലം. പിന്നെ എന്താണ്? മുടി ചീകി ഒതുക്കി വെക്കുക. നല്ല ശീലമല്ലേ. മുടി ചീകി ഒതുക്കി വെക്കുക. നല്ല ശീലമല്ലേ. അതെ, ഇത് നല്ല ശീലമാണ് അല്ലേ. മുടി ചീകി ഒതുക്കി വെക്കുക എന്ന് പറയുന്നത് നല്ല ശീലമാണ്. ഇനി വേറെ ഏതാ ശീലം? കൈ വൃത്തിയായിട്ട് കഴുകുക. നല്ല ശീലമല്ലേ. അതേ, നല്ല ശീലമാണ്. കൈയൊക്കെ നമ്മൾ എപ്പോഴും കഴുകണം അല്ലേ. ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും കഴുകണം, കഴിച്ചതിന് ശേഷവും. അതുപോലെ നമ്മൾ ബാത്റൂമിലൊക്കെ പോയതിന് ശേഷം എന്ത് ചെയ്യുക? കഴുകുക അല്ലേ. ടോയ്ലറ്റിലൊക്കെ പോയതിന് ശേഷം നന്നായിട്ട് കൈ എന്ത് ചെയ്യണം? വൃത്തിയാക്കണം. അതൊക്കെ നിങ്ങൾക്കറിയാം അല്ലേ. സോപ്പ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഒരു ഹാൻഡ് വാഷ് ഉപയോഗിച്ചിട്ട് നമ്മൾ കൈ കഴുകാറുണ്ട്. പിന്നെ നല്ല ശീലം എന്താ? അമ്മയോട് യാത്ര പറഞ്ഞിറങ്ങുക. ബൈ ബൈ. അമ്മയോട് യാത്രയൊക്കെ പറഞ്ഞ് അമ്മയ്ക്കൊരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് നമ്മൾ ഇറങ്ങുക. അത് നല്ല ശീലമാണ് അല്ലേ. അമ്മയോട് യാത്ര പറഞ്ഞ് ഇറങ്ങുക. അപ്പോൾ ഇതൊക്കെയാണ് നല്ല ശീലങ്ങൾ. നല്ല ശീലങ്ങൾ. അപ്പോൾ നല്ല ശീലങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. ഇനിയുണ്ട് ഒരുപാട് നല്ല ശീലങ്ങൾ അല്ലേ. ഒന്ന് പറഞ്ഞു നോക്കൂ എന്തൊക്കെയാണ് എന്നുള്ളത്. അപ്പോൾ നല്ല ശീലങ്ങൾ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുമല്ലോ. ഐഡൻറ്റിഫൈ ചെയ്യാൻ ശരിയും തെറ്റും ഇടാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുമല്ലോ. അപ്പോൾ ടീച്ചർ മറ്റൊരു ക്ലാസ്സിൽ വരാം. എല്ലാവർക്കും